നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റേസ് കണ്ടീഷൻ ആൻഡ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലത്തിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് റേസ് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രോസസ് സിങ്ക്രണൈസേഷൻ ടെക്നിക്സ് എന്താണ് എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രോസസ് സിങ്ക്രണൈസേഷൻ. നമുക്ക് രണ്ട് ടൈപ്പിലുള്ള പ്രോസസ്സാണുള്ളത്. ഒന്ന് ഇൻഡിപെൻഡന്റ് പ്രോസസ്സും ഒന്ന് കോപ്പറേറ്റിംഗ് പ്രോസസ്സും. എന്താണ് ഇൻഡിപെൻഡന്റ് പ്രോസസ്സ്? രണ്ട് പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, P1ഉം P2. ആ രണ്ട് പ്രോസസ്സും ഒരു വേരിയബിൾസിനെയോ അല്ലെങ്കിൽ ഡേറ്റാബേസിനെയോ ഫയൽസിനെയോ ഷെയർ ചെയ്യുന്നില്ല. കോമൺ ആയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല അവർ തമ്മിൽ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ് പ്രോസസ്സ് എന്ന് വിളിക്കും. ഇനി ഷെയർഡ് പ്രോസസ്സ് ആണെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ഫയൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡേറ്റാബേസ് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കോപ്പറേറ്റിംഗ് പ്രോസസ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ കോപ്പറേറ്റിംഗ് പ്രോസസ്സിനകത്താണ് സിങ്ക്രണൈസേഷൻ ഇഷ്യൂസ് വരാൻ പറ്റുന്നത്. ഇപ്പോൾ കോപ്പറേറ്റിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ വേരിയബിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. ആ വേരിയബിൾസ് ഷെയർ ചെയ്യുമ്പോൾ റേസ് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ റേസ് കണ്ടീഷൻ? ആ റേസ് കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രോസസ് സിങ്ക്രണൈസേഷൻ ടെക്നിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവെ പ്രോസസ് സിങ്ക്രണൈസേഷൻ എവിടെയാണ് കാണുന്നത്? കോപ്പറേറ്റിംഗ് പ്രോസസ്സിൽ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞു. എന്താണ് ഈ റേസ് കണ്ടീഷൻ? റേസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പ്രോസസ്സ് കോമൺ ആയിട്ട് ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ ഫയലിനെയോ അല്ലെങ്കിൽ ഡേറ്റാബേസിനെയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യും, അല്ലെങ്കിൽ ചില പ്രോസസ്സ് റീഡ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചിലത് അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിലാണോ ഏത് ഓർഡറിലാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് രണ്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ P1 ചെയ്ത് കഴിഞ്ഞിട്ട് P2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ P2 ചെയ്തിട്ട് P1 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഡിഫറെന്റ് ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഡിഫറെന്റ് ആൻസർ കിട്ടുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റേസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഈ കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രോസസ് സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റേസ് കണ്ടീഷൻ എന്താണ് എന്ന് പറഞ്ഞ് നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കാം. റേസ് കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ബാങ്കിന്റെ എക്സാമ്പിൾ നോക്കാം. എൻ്റെ അക്കൗണ്ടാണ്. എൻ്റെ അക്കൗണ്ടിനകത്ത് ഇപ്പോൾ 2000 രൂപയാണ് എൻ്റെ ബാലൻസ്. കറണ്ട് ബാലൻസ് എത്രയാണ്? 2000 rupees ആണ്. എനിക്ക് രണ്ട് പ്രോസസ്സ് ചെയ്യണം. ക്രെഡിറ്റ് പ്രോസസ്സ് ചെയ്യണം, ഡെബിറ്റ് പ്രോസസ്സ് ചെയ്യണം, ഈ സെയിം അക്കൗണ്ടിൽ തന്നെ. അപ്പോൾ ക്രെഡിറ്റ് പ്രോസസ്സ് ഞാൻ എത്രയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? 500 രൂപ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ബാലൻസിലേക്ക് ആഡ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബാലൻസ് പ്ലസ് 500 ചെയ്യണം. ഇനി എൻ്റെ ബാലൻസ് എത്രയായിട്ട് ഡിഡക്റ്റ് ചെയ്യണം? 1000 ആയിട്ട് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് എൻ്റെ ഫൈനൽ ആയിട്ടുള്ള ബാലൻസ് എന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നു P1 ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് P2 ചെയ്യുന്നത്. അതായത് ഒരു നോൺ പ്രീഎംപ്റ്റീവ് പ്രോസസ്സ് പോലെ P1 സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷമാണ് P2 സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ബാലൻസ് ഈക്വൽ ടു ബാലൻസ് പ്ലസ് 500 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, ബാലൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും നമ്മുടെ വാല്യൂ കിടക്കുന്നത്. ആ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? അതിനെ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും, ഒരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ രജിസ്റ്ററിനെ ഞാൻ 500 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. എന്നിട്ട് ആ രജിസ്റ്റർ വാല്യൂ ഞാൻ മെമ്മറി ലൊക്കേഷനിലേക്ക് ചെന്ന് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? ഒരു സാധാരണ ഒരു അപ്ഡേറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ആദ്യം മെമ്മറിയിൽ നിന്നും ഒരു രജിസ്റ്ററിലേക്ക് മാറ്റും, രജിസ്റ്ററിനെ അപ്ഡേറ്റ് ചെയ്ത രജിസ്റ്റർ കണ്ടന്റ് ഞാൻ തിരിച്ച് മെമ്മറിയിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ ഈ ഒരു 3 ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് ഈ ബാലൻസ് ഈക്വൽ ടു ബാലൻസ് പ്ലസ് 500 എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു അപ്ഡേറ്റ് ഓപ്പറേഷൻ എത്ര സ്റ്റെപ്പിലാണ് നടക്കുന്നത്? 3 സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഇന്റേണലി നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ടെമ്പ് ഈക്വൽ ടു ബാലൻസ്, എന്നിട്ട് ടെമ്പിന്റെ വാല്യൂ ഞാൻ ഇൻക്രിമെന്റ് ചെയ്തു 500 ആയിട്ട്, ബാലൻസ് എന്ന് പറയുന്നത് ടെമ്പ് ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ എക്സ് എന്ന് പറയുന്ന അടുത്ത ഒരു രജിസ്റ്റർ എടുത്തു, അതിൻ്റെ അകത്ത് ബാലൻസ് ഇട്ടു, എക്സിന്റെ വാല്യൂ 1000 ഡിക്രിമെന്റ് ചെയ്തു, ബാലൻസ് എക്സ് ആക്കി. അതായത് P2 എന്ന് പറയുന്ന ഡെബിറ്റ് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം P1 അല്ലേ ചെയ്തത്? അപ്പോൾ ടെമ്പിന്റെ വാല്യൂ ഇനിഷ്യലി ബാലൻസ് എത്രയാണ്? 2000. ടെമ്പിന്റെ വാല്യൂ ഞാൻ എത്രയായിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു? 500 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുന്നു. സോ 2000 പ്ലസ് 500 എന്ന് പറയുന്നത് 2500 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്.
ദെൻ ബാലൻസിലേക്ക് ഞാൻ എന്ത് വാല്യൂ ഇട്ടു, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ഇട്ടു, ദാറ്റ് ഈസ് 2500 ആണ് ഇപ്പോഴത്തെ ബാലൻസ് വാല്യൂ. ഞാൻ അടുത്ത പ്രാവശ്യം P2 എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു ബാലൻസ് എന്ന് പറഞ്ഞു എഴുതി. എക്സിന്റെ ഇപ്പോഴത്തെ ബാലൻസ് എത്രയാണ്, 2500 ആണ്. സോ 2500 എന്ന് പറയുന്ന എക്സിന്റെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ എക്സിന്റെ വാല്യൂ ഞാൻ എത്രയായിട്ടാണ് ഡിക്രിമെന്റ് ചെയ്യുന്നത്, 1000 ആയിട്ട് ഡിക്രിമെന്റ് ചെയ്യുന്നു. സോ 2000 മൈനസ് 1000 എന്ന് പറയുന്നത് 1000 ആയിട്ട് കിട്ടി. സോ 1500 ആയിട്ട് കിട്ടി. 1500 എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ടിട്ടു, ബാലൻസിന്റെ വാല്യൂ ആയിട്ടിട്ടു. അപ്പോൾ P1 ആഫ്റ്റർ P2 ചെയ്യുമ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1500 ആണ്. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1500 ആണ് വരേണ്ടത്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പക്ഷേ എന്ത് സംഭവിക്കും, കൺകറന്റ് ആയിട്ട് ചെയ്ത, അതായത് P1 കുറച്ച് ചെയ്യുന്നു, അതിനുശേഷം അതിനെ പ്രീഎംപ്റ്റ് ചെയ്തിട്ട് P2 ചെയ്യുന്നു, ദെൻ P2നെ പ്രീഎംപ്റ്റ് ചെയ്തിട്ട് P1 ചെയ്യുന്നു, അങ്ങനെ പ്രീഎംപ്ഷൻ നടന്ന് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇഷ്യൂ വരുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. കൺകറന്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ആണ് നടക്കുന്നത്. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, P1ന്റെ 2 സ്റ്റെപ്പ് ചെയ്യുന്നു. temp ഈക്വൽ ടു ബാലൻസ് temp ഈക്വൽ ടു temp പ്ലസ് 500. സോ ടെമ്പിന്റെ ഇപ്പോഴത്തെ ബാലൻസ് എത്രയാണ്, 200 ആണ്. temp is equal to 200 plus 500 എന്ന് പറയുമ്പോൾ 2500 എന്ന് പറഞ്ഞ് കിട്ടി. അവിടെ വച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു, പ്രീഎംപ്റ്റ് ചെയ്തിട്ട് കോൺടാക്ട് സ്വിച്ച് ചെയ്ത് P2 ചെയ്യാൻ പറയുന്നു. P2ന്റെ അകത്ത് എക്സ് ഈക്വൽ ടു ബാലൻസ് എന്ന് പറയുന്നു. ഇപ്പോഴത്തെ എക്സിന്റെ ബാലൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു, ഇല്ല, ഇപ്പോഴും അതേ 2000 തന്നെയാണ്. സോ എക്സിന്റെ വാല്യൂ ഇപ്പോൾ എത്ര തന്നെയാണ്, 2000 തന്നെയാണ്. എക്സിന്റെ വാല്യൂ ഞാൻ മൈനസ് 1000 ചെയ്യുന്നു. സോ എക്സിന്റെ വാല്യൂ 2000 മൈനസ് 1000 എന്ന് പറയുന്നത് 1000 ആയിട്ട് കിട്ടുന്നു. ദെൻ P1നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു. P1ന്റെ ബാലൻസ് എത്രയാണ്, temp ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ബാലൻസ് ഇപ്പോൾ എന്തായിട്ട് മാറി, നേരത്തെ ടെമ്പിന്റെ വാല്യൂ എത്രയായിട്ടാണ് കിട്ടിയത്, 2500 ആയിട്ടാണ് കിട്ടിയത്. സോ ബാലൻസിന്റെ വാല്യൂ 2500 എന്ന് പറഞ്ഞു കിട്ടുന്നു. അതിനുശേഷം ഞാൻ P2 ചെയ്യുന്നു. P2 ചെയ്യുമ്പോൾ ബാലൻസ് എത്രയായിട്ട് വന്നു, എക്സ് ആയിരുന്നു ബാലൻസ്. എക്സിന്റെ വാല്യൂ എന്താണ്, 1000. സോ ബാലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയായിട്ട് കിട്ടി, 1000 ആയിട്ട് കിട്ടി. സോ ആക്ച്വലി എത്രയാണ് എനിക്ക് കിട്ടേണ്ടത്, 1500 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 1000 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അതായത് ഞാൻ ഈ ഒരു ഓർഡറിൽ ചെയ്തപ്പോൾ എനിക്ക് എന്തെന്ന് പറഞ്ഞ് കിട്ടി, 1000 എന്ന് പറഞ്ഞ് കിട്ടി. ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാണ്, അടുത്ത രീതിയിൽ ചെയ്യാണ്. P2 ആദ്യം ഞാൻ ചെയ്യുന്നു. P2ന്റെ കുറച്ച് സംഭവം ആദ്യം ചെയ്യുന്നു. സോ എക്സിന്റെ ഇനിഷ്യൽ വാല്യൂ എത്രയാണ്, 2000 ആണ്. 2000 മൈനസ് 1000 എന്ന് പറയുന്നത് 1000 ആയിട്ട് കിട്ടി. ദെൻ അടുത്തത് ഞാൻ P1 ചെയ്യുന്നു. ടെമ്പിന്റെ വാല്യൂ എത്രയാണ്, 2000. കാരണം ബാലൻസ് ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ 2000 പ്ലസ് 500 എന്ന് പറയുന്നത് 2500 കിട്ടി. ബാലൻസ് ഈക്വൽ ടു എക്സ്. എക്സിന്റെ വാല്യൂ ഇപ്പോൾ 1000 ആണ്. സോ ബാലൻസ് എന്ന് പറയുന്നത് 1000 ആയിട്ട് കിട്ടി. ദെൻ എക്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് temp ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ടെമ്പിന്റെ വാല്യൂ 2500 ആണ്. സോ ബാലൻസിന്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്, 2500 ആണ്. അതും റോങ് ആൻസർ ആണ്. പക്ഷേ നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ എത്രയാണ്, 2500. അപ്പോൾ ഓരോ ഓർഡർ ചെയ്തപ്പോൾ ഓരോ ഔട്ട്കം ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റേസ് അറൗണ്ട് കണ്ടീഷൻ, അല്ലെങ്കിൽ റേസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ആ ടെക്നിക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രോസസ് സിങ്ക്രണൈസേഷൻ ടെക്നിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രോസസ് സിങ്ക്രണൈസേഷന്റെ ടെക്നിക്സ്, അതാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ, ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ P1ഉം P2ഉം ഷെയർഡ് വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കോപ്പറേറ്റീവ് പ്രോസസ് ആണ്. അത് കൺകറന്റ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അവിടെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, അവിടെ റേസ് കണ്ടീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റേസ് കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോസസ് സിങ്ക്രണൈസേഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറയുന്ന റീജിയൻ എന്താണ്, ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറയുന്ന റീജിയൻ ആണ് നമ്മൾ വല്ല ഷെയർഡ് വേരിയബിൾ ഉണ്ടെങ്കിൽ ആ ഷെയർഡ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്ന റീജിയൻ. നമ്മൾ നേരത്തെ കണ്ടു, ബാലൻസ് ഈക്വൽ ടു ബാലൻസ് പ്ലസ് 500, അല്ലെങ്കിൽ ബാലൻസ് ഈക്വൽ ടു ബാലൻസ് മൈനസ് 1000 എന്ന് പറയുന്ന കോഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്രിട്ടിക്കൽ സെഷൻ കോഡ് എന്ന് വിളിക്കുന്നത്. ക്രിട്ടിക്കൽ സെഷൻ കോഡ് എന്ന് പറയുന്ന ഷെയർഡ് വേരിയബിൾസ്, അതായത് ക്രെഡിറ്റും ഡെബിറ്റും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന വേരിയബിൾ എന്തായിരുന്നു, ബാലൻസ് എന്ന് പറയുന്നത്. ആ ബാലൻസ് അപ്ഡേറ്റ് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ക്രിട്ടിക്കൽ സെഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സെഷൻ റീജിയനിലേക്ക്, അതായത് അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൻട്രി സെഷൻ ഉണ്ട്. അതായത് കോപ്പറേറ്റിംഗ് പ്രോസസ്സിനോട് എല്ലാം ചോദിക്കണം, നിങ്ങൾ ആരെങ്കിലും ഷെയർഡ് വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഞാൻ ഇതാ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സെഷൻ റീജിയനിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു റിക്വസ്റ്റ് സെഷനാണ് എൻട്രി സെഷൻ എന്ന് വിളിക്കുന്നത്. ക്രിട്ടിക്കൽ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം എന്ന് പറയുന്നതിനാണ് എക്സിറ്റ് സെക്ഷൻ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഈ ക്രിട്ടിക്കൽ സെഷന്റെ റീജിയന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ആരും ആ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പാടില്ല. അതാണ് ക്രിട്ടിക്കൽ സെഷൻ എന്ന് വിളിക്കുന്നത്. ക്രിട്ടിക്കൽ സെഷൻ ഈസ് എ കോഡ് സെഗ്മെന്റ് that can be accessed only by one process at a time. ഒരു ടൈമിൽ ഒരു പ്രോസസ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. Critical session contains shared variables which need to be synchronized to maintain consistency. നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതിന്റെ റീസൺ ആണ് നമുക്ക് നേരത്തെ കണ്ടത്. ഒരിക്കൽ എനിക്ക് 1500 എന്ന് പറഞ്ഞു കിട്ടി, വേറൊരിക്കൽ എനിക്ക് 2500 എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ ഓരോ രീതിയിൽ ഓരോ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്നതിനെയാണ് കൺസിസ്റ്റൻസി ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രി സെഷൻ എന്തെന്ന് പറഞ്ഞു, എക്സിറ്റ് സെക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു സൊല്യൂഷൻ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഒന്ന് പ്രോഗ്രസ്, ഒന്ന് ബൗണ്ട് വെയിറ്റിംഗ്. എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സെഷനിൽ പോകുമ്പോൾ അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് മാത്രമേ ക്രിട്ടിക്കൽ സെഷനിൽ കയറാവൂ എന്നുള്ളതിനെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഇനി ക്രിട്ടിക്കൽ സെഷൻ റീജിയനിൽ ഒരു പ്രോസസ്സും ഇപ്പോൾ ഇല്ല, കറന്റ്ലി ഒരു പ്രോസസ്സും ഷെയർഡ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന ആള് അപ്ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കണം. ആരെങ്കിലും ആ ഒരു ഷെയർഡ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അതാണ് പ്രോഗ്രസ് എന്ന് വിളിക്കുന്നത്. ബൗണ്ട് വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സും ലിമിറ്റഡ് ടൈമിൽ കൂടുതൽ ആ ഒരു പർട്ടിക്കുലർ വേരിയബിളിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. ബൗണ്ടഡ് വെയിറ്റിംഗ് മീൻസ് ഈച്ച് പ്രോസസ് മസ്റ്റ് ഹാവ് എ ലിമിറ്റഡ് വെയിറ്റിംഗ് ടൈം. ഇറ്റ് ഷുഡ് നോട്ട് വെയിറ്റ് endlessly ടു ആക്സസ് ദി ക്രിട്ടിക്കൽ സെഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദി 3 കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ എനി സൊല്യൂഷൻ ഓഫ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, പ്രോഗ്രസ് ഉണ്ട്, ബൗണ്ടഡ് വെയിറ്റിംഗ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പീറ്റർസൺസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ പീറ്റർസൺസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിന്റെ എങ്ങനെ സോൾവ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് PSC ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഒന്ന്, നമുക്ക് ഇതെന്ന് പറയുന്നത് പീറ്റർസൺ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം സൊല്യൂഷൻ ആണ്. ദെൻ ഇത് എന്തൊക്കെ പ്രിസർവ് ചെയ്യണം? നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സോൾവ് ചെയ്യണം, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, പ്രോഗ്രസ് സാറ്റിസ്ഫൈ ചെയ്യണം, ബൗണ്ടഡ് വെയിറ്റിംഗ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 3 കാര്യങ്ങളും ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? പീറ്റർസൺ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ബിസി വെയിറ്റിംഗ്. അതെന്താണെന്നുള്ള കാര്യം പറയാം. അതിന് മുമ്പ് അടുത്ത കാര്യം കൂടെ പറയാം. 2 പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പീറ്റർസൺ സൊല്യൂഷൻസ് നമുക്ക് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് 2 പ്രോസസ്സിൽ മാത്രമേ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം ആര് സോൾവ് ചെയ്യത്തുള്ളൂ? പീറ്റർസൺ സൊല്യൂഷൻസ് സോൾവ് ചെയ്യത്തുള്ളൂ. ഇനി ഇറ്റ് ഇൻവോൾവ്സ് ബിസി വെയിറ്റിംഗ്. എന്താണ് ഈ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? ഇപ്പൊ P1ഉം P2ഉം വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. P1 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു വേരിയബിൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ P2ന് ക്രിട്ടിക്കൽ സെഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഷുഡ് വെയിറ്റ്. അപ്പോൾ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറണം. പക്ഷേ എന്ത് സംഭവിക്കും? ഇതിനകത്ത് പറയുന്ന സൊല്യൂഷൻ അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകില്ല. ഇറ്റ് കീപ്സ് ഓൺ റണ്ണിങ്. അതായത് ഇറ്റ് കീപ്സ് ഓൺ ചെക്ക് വെദർ ദാറ്റ് വേരിയബിൾ ഈസ് ഫ്രീ. അതായത് ആ വേരിയബിൾ ഫ്രീ ആയോ എന്ന് പറഞ്ഞ് ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ബിസി വെയിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് പീറ്റർസൺ സൊല്യൂഷൻസിന്റെ ഡിസഡ്വാൻറ്റേജ്. പീറ്റർസൺ സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. അത് ഏതൊക്കെ കാര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, ബൗണ്ടഡ് വെയിറ്റിംഗ്. അതിന്റെ 2 ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് ബിസി വെയിറ്റിംഗും 2 ലിമിറ്റഡ് പ്രോസസ്സ്. 2 പ്രോസസ്സിനെ മാത്രമേ ഇതിനകത്ത് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മോർ ദാൻ 2 പ്രോസസ് ആണെങ്കിൽ പീറ്റർസൺ സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ. അതായത് നമുക്ക് ഈ മെത്തേഡ് നമുക്ക് ഒരു സിംഗിൾ പ്രോസസ്സർ, ഒരു പ്രോസസ്സർ മാത്രമുള്ള ഒരു റീജിയനിൽ നമുക്ക് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സെഷനിൽ കയറുന്നതിന് മുമ്പ് ഇന്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യുക. കാരണം ഒരു പ്രോസസ്സിൽ നിന്നും വേറൊരു പ്രോസസ്സിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഇന്ററപ്റ്റ് എനേബിൾഡ് ആയിരിക്കണം. അപ്പോൾ ഒരു സ്വിച്ചിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അടുത്ത പ്രോസസ്സിന്
ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ സെഷൻ റീജിയൻ എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അടുത്തൊരു പ്രോസസ്സിന് വരാൻ പറ്റത്തുള്ളൂ. അതാണ് ഇന്ററപ്റ്റ് ഡിസേബിൾ ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇന്ററപ്റ്റ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോണ്ടാക്ട് സ്വിച്ച് ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൺകറന്റ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കുന്നില്ല. എവിടെ? ക്രിട്ടിക്കൽ സെഷൻ റീജിയൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം. അപ്പോൾ ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂഷൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഇന്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യുക, എന്നിട്ട് ക്രിട്ടിക്കൽ സെഷൻ ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യുക. അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? മൾട്ടി പ്രോസസ്സേഴ്സ് ഉള്ള ഒരു എൻവയോൺമെന്റിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. മറ്റേത് നമ്മൾ ഇന്ററപ്റ്റ് എല്ലാ പ്രോസസ്സറിന്റെയും ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ടൈം കൺസ്യൂമിങ് വരും. എല്ലാ പ്രോസസ്സും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു CPU യൂട്ടിലൈസേഷൻ അവിടെ മിസ് ആവും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ, ഫൈനൽ ടോപ്പിക് എന്ന് പറയുന്നത് ലോക്കാണ്. അപ്പൊ ലോക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ റേസ് കണ്ടീഷനെ നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആണ് ലോക്ക്. അപ്പൊ എങ്ങനെയാണ് ലോക്കിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ മെക്കാനിസം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോർ ദാൻ 2 പ്രോസസ്സിനെ, നമ്മൾ പീറ്റർസൺ സൊല്യൂഷന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? മോർ ദാൻ 2 പ്രോസസ്സ് വരെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മോർ ദാൻ 2 പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനകത്ത് സിങ്ക്രണൈസേഷൻ ഇഷ്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദെൻ സിംപ്ലസ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം ഇംപ്ലിമെന്റേഷൻ ടൂൾ എന്ന് പറയുന്ന മ്യൂടെക്സ് ആണ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ലോക്ക്. മ്യൂടെക്സ് ലോക്ക് ആണ്. അത് ആണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സെഷൻ ഇംപ്ലിമെന്റേഷൻ ടൂള്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ക്രിട്ടിക്കൽ സെഷൻ കയറുന്നതിന് അപ്പോൾ ഒരു ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേരിയബിളോ അല്ലെങ്കിൽ പ്രോസസ്സിനോ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആയിരിക്കും. ആ വേരിയബിൾ ബൂളിയൻ വേരിയബിൾ ആണ്. ആ വേരിയബിൾ ഇപ്പൊ P1 ഉം P2 ഉം 5 പ്രോസസ്സ് ഉണ്ടെങ്കിൽ 5 പ്രോസസ്സിന് കോമൺ ആയിട്ടുള്ള കാര്യമായിരിക്കും ഈ ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 പ്രോസസ്സ് ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ സെഷൻ വേരിയബിൾ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഒരു വേരിയബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബൂളിയൻ വേരിയബിൾ ആണ്. അത് 1 ആണെങ്കിൽ ഫ്രീ ആയിരിക്കും, 0 ആണെങ്കിൽ എന്തായിരിക്കും? 0 ആണെങ്കിൽ ഫ്രീ അല്ല എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ എന്താണ് അത് ചെയ്യുന്നത്? ആദ്യം ക്രിട്ടിക്കൽ സെഷൻ കയറുന്നതിന് മുമ്പേ അക്വയർ ലോക്ക്. ഏതെങ്കിലും ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെഷൻ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? അക്വയർ ലോക്ക് ചെയ്യും. ഈ അക്വയർ ലോക്കിനകത്ത് എന്താ ചെയ്യുന്നത്? ആദ്യം ചെക്ക് ചെയ്യും വേറെ ആരെങ്കിലും ഈ ഒരു വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അത് ആരും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ ഒന്ന് അത് ഫോൾസ് ആക്കി, അല്ലെങ്കിൽ ബൂളിയൻ വേരിയബിൾ ആകുമ്പോൾ 1 ഉം 0 ഉം മാത്രമേ വരുള്ളൂ. അപ്പോൾ 0 ആയിട്ട് ഡിക്രിമെന്റ് ചെയ്യും. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഒരു ക്രിട്ടിക്കൽ സെഷൻ റീജിയനിലേക്ക് പോകാൻ പോവുകയാണ് എന്നാണ്. അപ്പോൾ വേറെ ആരെങ്കിലും അക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ വെയിറ്റ് ചെയ്യും. ഓക്കെ, ക്രിട്ടിക്കൽ സെഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ എന്താണ്? ഇൻക്രിമെന്റ് ചെയ്യും, വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 1 ആവും. അപ്പോൾ 1ന്റെ മീനിങ് എന്ന് പറയുന്നത് ഫ്രീ ആണ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ലോക്ക് എന്ന് പറയുന്ന ഒരു ബൂളിയൻ വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെയും എന്തൊക്കെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? നമുക്ക് ബൗണ്ടഡ് വെയിറ്റിംഗും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ലോക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബിസി വെയിറ്റിംഗ് ആണ്. ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഇപ്പൊ 2 പ്രോസസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കീപ്പ് ഓൺ, ഒരെണ്ണം ക്രിട്ടിക്കൽ സെഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേത് കീപ്പ് ഓൺ ചെക്ക് വെദർ ഇറ്റ് ഈസ് ഫ്രീ എന്ന് പറയുന്ന കീപ്പ് ഓൺ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ബിസി വെയിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ആണ് എന്താണ് ലോക്കിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി മ്യൂടെക്സ് ലോക്കിനെ നമ്മൾ ചിലപ്പോഴൊക്കെ സ്പിൻ ലോക്ക് എന്നും വിളിക്കാറുണ്ട്. സ്പിൻ ലോക്ക് എന്ന് പറയുന്നത് വെയിറ്റ് എന്താണ് അവൈലബിൾ ആകുന്നത് വരെ കീപ്പ് ഓൺ ചെക്കിങ് വെദർ ഇറ്റ് ഈസ് ഫ്രീ അതുകൊണ്ടാണ് അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മ്യൂടെക്സ് ലോക്കിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പിൻ ലോക്ക് എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് സ്പിൻ ലോക്കിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ബിസി വെയിറ്റിംഗ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു.